ഹായ് നമസ്കാരം ഫാസിലാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ മഴക്കാലമാണല്ലോ. ഇപ്പോൾ കോഴിക്കോടൊക്കെ ഇന്ന് റെഡ് അലേർട്ടാണ്, നല്ല രീതിയിൽ മഴ ഉണ്ട്. ഇന്നും ഇന്നലൊക്കെ റെഡ് അലേർട്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്താണ് നമ്മളെ ഫ്രൂട്ട് പ്ലാന്റിൽ നമ്മൾ ചെയ്യുന്ന കൃഷിയിലൊക്കെ കീടശല്യങ്ങൾ കൂടുക. അപ്പോൾ ഒരു കീടം മാത്രമല്ല, പല രീതിയിലുള്ള കീടശല്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മുൻകരുതലായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഇനി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഒരു സുഹൃത്തിൻ്റെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അത് വെച്ചാൽ ടോം എന്ന് പറഞ്ഞൊരു സാറിൻ്റെ കമൻറ്റാണ്. അപ്പോൾ ആ കമൻറ്റിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോരോ കീടങ്ങളെ ശല്യം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഫോട്ടോ അടക്കം കാണിക്കാമോ, അതിൻ്റെ പ്രതിവിധി എന്താണെന്നുള്ളത്, അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാമോ, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത്. വീഡിയോ ഒന്നും എല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല, കാരണം കീടങ്ങളെ ശല്യം ചെടിയിൽ ഉണ്ടെങ്കിലല്ലേ നമ്മൾ വീഡിയോ കാണിക്കാൻ പറ്റുള്ളൂ. ഫോട്ടോ ഒക്കെ മാക്സിമം ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കീടശല്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ചെടികളിൽ പലതരത്തിലുള്ള കീടശല്യം വരും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ചെടിയിൽ കൂടുതലും കീടശല്യം വരൽ, പല രീതിയിലുള്ള കീടങ്ങളെ ആക്രമണമാണെങ്കിലും ഫംഗസിൻ്റെ ആക്രമണം, ഇതൊക്കെ കൂടുതലായിട്ട് വരൽ എപ്പോഴാണ്, നമ്മൾ ഈ തളിര് വരുന്ന ആ ഒരു ടൈമിലാണ് കൂടുതലായിട്ട് വരിക. അപ്പം ആ ഒരു സമയത്ത് മുൻകരുതലായിട്ട് നമ്മൾ ചെയ്താലേ നമുക്ക് ആ ശല്യങ്ങളെ, ഇപ്പോൾ കീടത്തിൻ്റെ ആണെങ്കിലും കുമിളിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ ശല്യം നമുക്ക് തടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അതിന് പ്രതിവിധി കൊടുത്തു കഴിഞ്ഞാൽ ഈ വന്ന് മുരടിച്ച് കിടക്കുന്ന നില നമുക്ക് നേരാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും, ഇത് ഞാൻ കാര്യം പറഞ്ഞതിന് മുന്നേ തന്നെ പറയുകയാണ്, അപ്പോൾ എല്ലാവരും മുൻകരുതലായിട്ട് ആദ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ഇപ്പോൾ തളിര് വരുന്ന ടൈമിൽ തന്നെ വരുന്ന ഒരു അസുഖമാണ് ഈ കുമിൾ കീടത്തിൻ്റെ ആക്രമണം എന്ന് പറയും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുമിൾ രോഗം എന്നും പറയും, കുമിൾ കീടത്തിൻ്റെ ആക്രമണം. അതെങ്ങനെയാണ് വരിക? ഇപ്പോൾ ഈ തളിര് വരുന്ന ടൈം ഉണ്ടല്ലോ, ഈ മൊട്ടിട്ട് വരുന്ന ടൈമിൽ തന്നെ തളിര് ഇങ്ങനെ തുഞ്ചം കറുത്തും കൊണ്ട് കരിഞ്ഞും കൊണ്ട് വരും. കരിഞ്ഞും കൊണ്ട് വന്നിട്ട് ഒരു മുരടിച്ചും കൊണ്ട് വരും, പിന്നെ അതൊരു കരിഞ്ഞ പോലെ കിടക്കും. അങ്ങനെ കുമിൾ രോഗം വരാറുണ്ട്. അതേപോലെ തന്നെ തണ്ടിൽ വരും, കറുത്ത പാടുകൾ വന്നിട്ട് അങ്ങനെ കുമിൾ കീടത്തിൻ്റെ ആക്രമണം വരാറുണ്ട്. ഇതൊരു ഫംഗസ് ആണ് കേട്ടോ, ഈ കുമിൾ എന്ന് പറഞ്ഞ ഒരു ഫംഗസ് ആണ്. അപ്പം ഇതിനെ വരാതിരിക്കാൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? ഇപ്പോൾ പലരും എനിക്ക് വാട്സാപ്പിൽ ഫോട്ടോ ഇതൊക്കെ അയച്ചു തരലുണ്ട്. തളിര് വരുമ്പോൾ തന്നെ കരിഞ്ഞും കൊണ്ട്, തൂമ്പ് കരിഞ്ഞും കൊണ്ട് വരുന്നതെന്നുള്ള, ഇതൊക്കെ ഈ കുമിൾ കീടത്തിൻ്റെ ആക്രമണമാണ്. അപ്പോൾ ഇതിനെ മുൻകരുതലായിട്ട് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പലരോടും പറയുന്നതാണ്, നമുക്കിപ്പോൾ ഫംഗിസൈഡ് ആയിട്ടുള്ള ജൈവ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂഡോമോണസ് കൊടുക്കാം, രാസരൂപത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാഫും കൊടുക്കാം. അപ്പോൾ മുൻകരുതലായിട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു തളിര് വരാനുള്ള ഒരു സ്റ്റേജൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ സൂഡോമോണസ്, ഇപ്പോൾ പൗഡർ രൂപത്തിലാണ്. സൂഡോമോണസ് എല്ലാവർക്കും അറിയില്ല. സൂഡോമോണസ് ഫ്ലോറസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ ആണത്. നമ്മൾ അന്തരീക്ഷത്തിലും മണ്ണിലൊക്കെ പണ്ട് മുതലേ ഉള്ള സാധനം തന്നെയാണ്. അതിപ്പോൾ ലാബിൽ നിന്നൊക്കെ നമുക്ക് ചോക്ക് പൗഡറിലായിട്ടും അതേപോലെ ലിക്വിഡ് രൂപത്തിലായിട്ടും ഒക്കെ കിട്ടുന്നതാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂഡോമോണസ് പൗഡർ ആണെങ്കിൽ 20 ഗ്രാം എടുക്കുക, 1 ലിറ്റർ ക്ലോറിൻ അടങ്ങാത്ത വെള്ളത്തിൽ മിക്സ് ചെയ്യുക. വൈകുന്നേരങ്ങൾ ഒരു 4-5 ദിവസം കൂടുകളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്ത അടിക്കാടൊക്കെ ഉണ്ടെങ്കിൽ കളകളൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ സ്പ്രേ ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെടിയിൽ മാത്രം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ലാർവകൾ ചിലപ്പോൾ മണ്ണിൽ കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അടിക്കാട് കളകളിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് പിറ്റേന്ന് തീരുമ്പോൾ തന്നെ ഇത് അടിയിൽ നിന്ന് വീണ്ടും കയറി വന്ന് ആക്രമണം തുടങ്ങുക ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ താഴത്ത് കളകളോ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, മണ്ണിലും ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്ത് കൊടുക്കട്ടോ. സൂഡോമോണസ് എങ്ങനെ കൊടുത്താലും നമുക്ക് യാതൊരുവിധ കേടുമില്ല. ഇനിയിപ്പോൾ സാഫാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വൈകുന്നേരങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കഴിയുന്നതും മണ്ണിൽ സ്പ്രേ ചെയ്യാതിരിക്കുക, മണ്ണിൽ സൂഡോമോണസ് തന്നെ കൊടുക്കുക. കാരണം മണ്ണിൽ കൊടുത്താൽ നമ്മൾ മണ്ണിലെ ജൈവാംശം നഷ്ടപ്പെടാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ചെയ്യും. ഇപ്പോൾ സൂഡോമോണസ് നമുക്ക് ലിക്വിഡ് രൂപത്തിൽ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. ലിക്വിഡ് ആണെങ്കിൽ നമുക്ക് ഒരു 5 ml ഒക്കെ എടുക്കാം കേട്ടോ. 5 ലേശം കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും സൂഡോമോണസ് ഒരു കുഴപ്പമില്ല. 5 ml 1 ലിറ്റർ വെള്ളത്തിൽ ഇതൊക്കെ ഇതേപോലെ തന്നെ വൈകുന്നേരങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, വന്നു കഴിഞ്ഞാൽ ഇതന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഈ സൂഡോമോണസോ അല്ലെങ്കിൽ സാഫനാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഇപ്പൊ കരിഞ്ഞു പോയ ഇല നമുക്ക് റെഡിയാക്കി കൊണ്ടുവരാനൊന്നും പറ്റൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ഓവറായിട്ട് കരിഞ്ഞാൽ എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊണ്ടേയിരിക്കുക. അപ്പോൾ പുതിയ തളിര് വരുമ്പോൾ ഈ രോഗം, ഈ കീടത്തിന്റെ ആക്രമണം വരാതെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. എന്നുവെച്ചാൽ കുമിൾ രോഗം വരാതെ തന്നെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ല, വീട്ടിലുള്ള മാവുകളൊക്കെ ഇലകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഒരു ചുക്കിച്ചൊളിഞ്ഞിട്ടും കാര്യങ്ങളും കരിഞ്ഞിട്ടൊക്കെ ആയിട്ട് ഒരു ഉഷാറല്ലാതെ തൂമ്പ് വരാതെ, ഇതൊക്കെ കുമിൾ കീടങ്ങളെ ആക്രമണങ്ങളാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്നതാണ്, ഇപ്പൊ ഈ തളിരിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയോ ജീവൻ വെച്ച് ഈ കുമിൾ ഇവരെ അടുത്തുനിന്ന് കഴിച്ചിലായിട്ട് അടുത്ത സ്റ്റേജിലേക്ക് എത്തി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അപ്പൊ കാണാം ഇല ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുള്ളത്. അയച്ച നല്ല കത്രിക വെച്ച് കട്ട് ചെയ്യണ പോലെ ആ തളിരില കട്ട് ചെയ്തിട്ടുണ്ടാവും. അതെന്താന്ന് വെച്ചാൽ ഇലമുറിയം വണ്ടിന്റെ ആക്രമണമാണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ വരിക വെച്ചാല്,
ഈ ഇലമുറിയം വണ്ട് വന്നിട്ട് ഈ ഇലൻ്റെ അടിയിൽ മുട്ടിട്ട് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ട് മണ്ണിലേക്ക് ഇടും. എന്നിട്ട് ഇത് മണ്ണിൽ പോയിട്ട് വീണ്ടും അത് പെറ്റു പെരുകിയിട്ട് വീണ്ടും അടുത്ത ചെടിയിലേക്ക് ഇങ്ങനെ വരികയാണ് ചെയ്യുക. ഇത് തളിരില വരുന്ന ആ ഒരു ടൈമിൽ മാത്രമേ ചെടിയിൽ ഉണ്ടാവുള്ളൂ. കൂടുതലായിട്ടും മാവിൻ്റെ ഇലയിലൊക്കെയാണ് ഇത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് വരാതിരിക്കാൻ മുൻകരുതലായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് എന്നല്ല, നമ്മൾ ഒട്ടുമിക്ക കീടങ്ങളെ ശല്യം ചെടിയിൽ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ രൂക്ഷഗന്ധമുള്ള നമ്മളെ വേപ്പെണ്ണ മിശ്രിതം ഉണ്ടല്ലോ, ഒന്നെങ്കിൽ വേപ്പെണ്ണ മിശ്രിതം അല്ലെങ്കിൽ നമ്മൾ മറ്റു രീതിയിലൊക്കെ ജൈവ രൂപത്തിൽ ഉണ്ടാക്കുന്ന കീടനാശിനികളുണ്ട് രൂക്ഷഗന്ധം വരുന്ന, നമ്മളെ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം, അല്ലെങ്കിൽ കാന്താരി വെളുത്തുള്ളി മിശ്രിതം, അങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് നാടൻ രീതിയിലൊക്കെ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജൈവ രൂപത്തിലുള്ള കീടനാശിനികൾ, നമ്മൾ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ കീടനാശിനികളൊക്കെ വരും. ഇതൊക്കെ രൂക്ഷഗന്ധം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു മുൻകരുതലായിട്ട്, ജൈവ രൂപത്തിലുള്ള മുൻകരുതലായിട്ട് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസം കൂടുമ്പോൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ശല്യങ്ങൾ, കീടങ്ങൾ, ഒട്ടുമിക്ക എല്ലാ കീടങ്ങളെ ശല്യം നമുക്ക് തടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ മുൻകരുതലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേപ്പെണ്ണ മിശ്രിതം നമുക്ക് ഇങ്ങനെ ഒരു 4-5 ദിവസം കഴിഞ്ഞിപ്പോൾ 3 ദിവസം കൂടുമ്പോഴാണെന്നുണ്ട് മഴക്കാലത്തൊക്കെ ഈ തളിര് വരുന്ന സ്റ്റേജ് നമ്മൾ മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇനി ഡെയിലി ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ തളിരലയിൽ വരുന്ന ഇമാരി അസുഖങ്ങളൊക്കെ നമുക്ക് തടയാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഇലമുറിയം വണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇല താഴ്ത്തിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കരുത്. അതൊന്നെങ്കിലും എടുത്തിട്ട് കത്തിക്കുക, അല്ലെങ്കിൽ ദൂരെ എവിടേക്കെങ്കിലും കളയുക. കാരണം അത് അവിടെ ഇട്ടായി വീണ്ടും പെറ്റു വരികയേ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ മിശ്രിതമല്ല, ഇപ്പോൾ കട്ട് ചെയ്ത ആ ഒരു ടൈമിൽ നമ്മൾ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് യാതൊരുവിധ കാര്യമില്ല. ആ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ബുവേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിത്രാക്കൊമ്പളുണ്ട്. അത് നമ്മൾ കീടനാശിനിയായിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ സൂഡോമോണസ് ഫ്ലോറസെൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അന്തരീക്ഷത്തിലുള്ള സാധനം തന്നെ ആയിരുന്നു ഈ ബുവേറിയ ഫ്ലോറസെൻസ്. അതേപോലെ തന്നെ വെർട്ടിസീലിയം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇത് ഫംഗസ് ആണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതെങ്ങനെ വാങ്ങാൻ കിട്ടുക വെച്ചാൽ, നമ്മൾ സൂഡോമോണസ് പോലെ തന്നെ പൗഡർ ആയിട്ടും കിട്ടും, അതേപോലെ ലിക്വിഡ് ആയിട്ടും കിട്ടും. ഇപ്പോൾ പൗഡറൊക്കെ ആണെങ്കിൽ 6 മാസത്തെ കാലാവധി ഉണ്ടാവുള്ളൂ. അപ്പോൾ വാങ്ങുമ്പോൾ എക്സ്പയറി ഡേറ്റും കൂടി ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ലിക്വിഡ് ആണെങ്കിൽ 1 വർഷം വരെ ഒക്കെ ഉണ്ടാവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ സൂഡോമോണസ്, അതേപോലെ ബുവേറിയ, വെർട്ടിസീലിയ, ഇത് 3 ചൂടുള്ള സ്ഥലങ്ങളിൽ വെക്കരുത്, ഓപ്പൺ ആക്കി വെക്കരുത്. കാരണം ഇതിലുള്ള ബാക്ടീരിയ അല്ല, ഇതിലുള്ള ഫംഗസ് തന്നെ ചത്തുപോകും. പിന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ട് യാതൊരുവിധ കാര്യമില്ല. അപ്പോൾ കൊണ്ടുവരുമ്പോൾ അത് നമ്മളൊരു സൂക്ഷിച്ചിട്ട് തന്നെ ഒരു സ്ഥലത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ബുവേറിയ എടുക്കുക, അല്ലെങ്കിൽ വെർട്ടിസീലിയോ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ലിക്വിഡ് ആണെങ്കിൽ നമുക്കൊരു 2 to 5 ml വരെ തന്നെ എടുക്കാം. പൗഡർ ആണെങ്കിൽ 20 ഗ്രാം എടുക്കുക. നല്ല ക്ലോറിൻ അടങ്ങാത്ത വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വൈകുന്നേരങ്ങൾ ഇലകളുടെ അടിഭാഗത്തും മേൽഭാഗത്തും തണ്ടിലും ചുവട്ടിലും തൊട്ടടുത്തുള്ള കളകളിലൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലാർവകൾ ഇതൊക്കെ ചത്തുപോയിക്കോളും. പിന്നീട് ആ ഒരു കുറച്ച് കാലത്തിനെങ്കിൽ ആ ഒരു തുടർച്ച ഇല്ലാതെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇതൊരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഗ്യാപ്പിൽ നമ്മൾ ചെയ്ത് പോകണം കേട്ടോ. നമ്മൾ ജൈവ രൂപത്തിൽ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ആ ശല്യം തന്നെ വരും. അപ്പോൾ തളിര് വരുന്ന ടൈമിൽ മാത്രം ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലമുറിയം വണ്ടിൻ്റെ വെച്ചാൽ തളിരില ലേശം ഒരു മൂപ്പെത്തിയാൽ ഇതിൻ്റെ ആക്രമണം ഉണ്ടാവില്ല. അപ്പോൾ ഇലമുറിയം വണ്ടിൻ്റെ ആക്രമണം വന്നാൽ ഇങ്ങനെയാണ് മുൻകരുതലായിട്ട് ചെയ്യേണ്ടതും വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതും ഈ 2 കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് മീലിമുട്ട, മീലിബക്സ് എന്ന് പറയും. അതിപ്പോൾ എല്ലാവരും എനിക്ക് ഫോട്ടോ അയച്ചു തരുന്നതാണ്. നമ്മൾ ഈ തണ്ടിൻ്റെ മേലൊക്കെ വെള്ള പൂപ്പൽ പോലെ ഇങ്ങനെ കിടക്കും. ഇലകളുടെ അടിഭാഗത്തും തണ്ടിൻ്റെ മേലൊക്കെ ഇങ്ങനെ ഉണ്ട വെള്ള പൂപ്പലായിട്ട് കിടക്കും. ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇതും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വേപ്പെണ്ണ മിശ്രിതം നമ്മൾ ജൈവ രൂപത്തിലുള്ള ഏതെങ്കിലും കീടനാശിനി കണ്ടിന്യൂ ആയിട്ട് ഒരു 4-5 ദിവസം ചെയ്താൽ ഇത് വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളിത് ചെയ്തിട്ട് കാര്യമില്ല. വന്നു കഴിഞ്ഞാൽ അതിനെ കൊല്ലാനുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജൈവ രൂപത്തിൽ ചെയ്യുക വെച്ചാൽ ബുവേറിയ ചെയ്യാം, അല്ലെങ്കിൽ വെർട്ടിസീലിയം ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അളവും കാര്യങ്ങളും എടുത്തിട്ട് അതേ രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ പലരും പറയും ഇത് ചെയ്തിട്ടും നമുക്ക് ഇതിന് കുറവൊന്നുമില്ല, അത് അതേപടി ഉണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ കീടനാശിനിക്കൊന്നും മറ്റേ മാജിക് ഒന്നും അറിയില്ല. കാരണം നമ്മൾ സ്പ്രേ ചെയ്ത് ആ ലാർവ മാത്രം, ആ ജീവി മാത്രമേ അവിടെ ചാവുന്നുള്ളൂ. ആ വന്ന് നിൽക്കണ ആ പൂപ്പല് പോലെ കിടക്കണം അവിടെ തന്നെ കിടക്കും. അപ്പോൾ അതൊന്ന് കൈകൊണ്ട് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ അത് വീണ്ടും പോകുന്നില്ല, വീണ്ടും വരികയെന്ന് പലരും തെറ്റായി ചിന്തിക്കുന്നുണ്ട്. അതങ്ങനെയല്ല. ആ സാധനം ചത്തു പോയിട്ടുണ്ട്, ആ ലാർവ ചത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആ കീടം ചത്തിയിട്ടുണ്ടാവും. പക്ഷെ ആ വന്ന സാധനം അതേപടി തന്നെ അവിടെ കിടക്കുമല്ലോ. അപ്പോൾ അതിനെടുത്ത് മാറ്റണം. അതേപോലെ തന്നെ വന്ന ഇലകൾ, ഇപ്പം കീടശല്യം വന്ന ഇലകൾ നമുക്ക് വീണ്ടും നന്നാക്കി കൊണ്ടുവരാനും നമ്മൾ കീടനാശിനി സ്പ്രേ ചെയ്യുന്നതിലൂടെ സാധിക്കുമല്ലോ കേട്ടോ. പിന്നെ അത് ഇനി വരുന്ന തളിരിലേക്ക് അത് ബാധിക്കാതെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മീലിമൂട്ടൻ്റെ ആക്രമണം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഡെയിലി നടക്കുന്ന ടൈമിലൊക്കെ നമ്മളൊന്ന് ചെടിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ചെറിയ ആദ്യ ഘട്ടങ്ങളിൽ ചെറുങ്ങനെ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി.
എന്നിട്ട് ആ വേപ്പണ മിശ്രിതം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത് സ്പ്രെഡ് ആവില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലാണ് ഇത് തണ്ടിൽ ഫുള്ളായിട്ട് സ്പ്രെഡായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കായ് ഉണ്ടെങ്കിൽ ആ കായ് തണ്ടറ്റ് പോകും, പൂവ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പൂവ് തണ്ടറ്റ് പോകും, ഇതിൻ്റെ തളിര് വരുന്ന കൂമ്പെല്ലാം കൂടി മറ്റേ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന പോലെ കരിഞ്ഞ് പോലെ കിടക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതിനെ മുൻകരുതലായിട്ട് ചെയ്യേണ്ടതും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതും പറഞ്ഞു. ഇനി അടുത്തതാണ് നമ്മൾ കാര്യമായിട്ട് വരുന്നതാണ് വെള്ളീച്ചൻ്റെ ആക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളീച്ചൻ്റെ ആക്രമണം നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ പച്ചമുളക് കൃഷി, തക്കാളി കൃഷി ഇതൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം. പേരക്കയിലൊക്കെ കൂടുതലായിട്ട് വെള്ളീച്ചൻ്റെ ആക്രമണം. അത് വന്നാൽ എങ്ങനെ കാണാം? നമ്മൾ ഈ ഇലൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ള പൊടി പോലെ ആയിട്ട് ഇങ്ങനെ കാണാം, എല്ലാ ഇലൻ്റെ അടിയിലും. അതുപോലെ ചിലപ്പോൾ തണ്ടിലൊക്കെ കാണാം. അപ്പം ഇതിനെ തടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ മുൻകരുതലായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ വേപ്പണ മിശ്രിത അല്ലെങ്കിൽ ഏതെങ്കിലും ജൈവ രൂപത്തിലുള്ള നാടൻ രീതിയിലുള്ള നമ്മൾ കണ്ടിന്യൂ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിനെ തടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിസീലിയ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനിയല്ല ബുവേറി ആണെന്നുണ്ടെങ്കിൽ ബുവേറി. ഈ വെർട്ടിസീലിയും ബുവേറിയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. അത് രണ്ടും നമുക്ക് ഈ കീടങ്ങളെ ശല്യത്തിനൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതും വന്നു കഴിഞ്ഞാൽ സ്പ്രേ ചെയ്താൽ ഇപ്പോൾ ആ വെള്ളപ്പൊടി പോലെ എന്നുള്ളുണ്ടെങ്കിൽ അത് വെള്ളീച്ചാണ്. അപ്പോൾ അത് ചത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചത്ത് കഴിഞ്ഞാൽ പിന്നെ കറുത്ത പൊടി. അപ്പോൾ ചിലർ പറയും ഇലൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ കറുത്ത പൊടി പോലെ കിടക്കുന്നുണ്ടെന്ന്. ഇതാണ് സംഭവം. അപ്പോൾ അത് ചത്ത് കഴിഞ്ഞാൽ അങ്ങനെ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനും ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇനി അടുത്തതാണ് മൂഞ്ഞ എന്ന് പറയും. അപ്പോൾ മൂഞ്ഞ കുറച്ചും കൂടി ഒരു വ്യത്യസ്തനാണ്. കാരണം മൂഞ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാ ചെടിയിലും പോവും. മൂഞ്ഞ ശല്യം നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെടിയിൽ വൈറസ് രോഗം വരെ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. കാരണം മൂഞ്ഞ എപ്പോഴും കൂടുതലായിട്ട് കാണുന്നത് നമ്മളെ പപ്പായയിലാണ്. ഈ പപ്പായയിൽ തന്നെയാണ് കൂടുതലായിട്ട് വൈറസ് രോഗം കാണാറുള്ളത്. അപ്പോൾ ഒരു പപ്പായയിൽ എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലുള്ള പപ്പായ ചെടി തന്നെ ആവണമെന്നില്ല കേട്ടോ. അപ്പുറത്തെ പറമ്പിലോ അല്ലെങ്കിൽ അയൽവാസിൻ്റെ വീട്ടിലുള്ള പപ്പായ ആയിരിക്കും. അവിടെ നിന്ന് മൂഞ്ഞ ഇരുന്നിട്ട് നേരെ നമ്മളെ ചെടിയിലേക്ക് വന്നാൽ ആ പപ്പായ ചെടിക്ക് വൈറസ് രോഗം ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും ആ വൈറസ് രോഗം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ മൂഞ്ഞൻ്റെ ശല്യം ഇത് നമ്മളിപ്പോൾ ഈ വെള്ളീച്ച കണ്ട പോലെ തന്നെയാണ് ഉണ്ടാവുക. അതിൻ്റെ തടിയിൽ ചെറിയൊരു വ്യത്യാസത്തിലേ കാണാൻ പറ്റുള്ളൂ. ഇതിനും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതേപോലെ തന്നെ വരാതിരിക്കാൻ വേപ്പണ മിശ്രിതം, വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുവേറിയ അല്ലെങ്കിൽ വെർട്ടിസീലിയ ഇത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകണം. ഒരു തവണ മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ചെടിയിൽ വൈറസ് രോഗം വരാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ അടുത്തതാണ് കൂടുതലായിട്ട് കാണുന്നത് നമ്മളെ ഇലയൊക്കെ തിന്നു പോകുന്ന പുഴുവിൻ്റെ ശല്യം. കൂടുതലായിട്ട് നാരകത്തിൻ്റെ ഇലയിലൊക്കെ കൂടുതൽ കാണാം, തക്കാളിൻ്റെ ഇലയിലൊക്കെ കാണാം. അപ്പോൾ അതിൽ ചിത്രശലഭ പുഴുക്കളും ഉണ്ടാവും, അതേപോലെ അല്ലാതെ തന്നെ ഇല തിന്നുന്ന പുഴുക്കളൊക്കെ ഉണ്ടാവും. ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഇല വരുമ്പോൾ തന്നെ ഇല ചുരുണ്ട് കിടക്കുന്ന നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ചുരുണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ ലാർവ ഉണ്ടാവും. അപ്പോൾ കാണാൻ ചായ ഒന്ന് നേർത്തിട്ട് കൈകൊണ്ട് എടുത്ത് ഒഴിവാക്കുക. ഇനി കൈകൊണ്ട് എടുക്കാൻ പറ്റാത്ത എന്താ കൊള്ളി കൊണ്ടുതന്നെ തോണ്ടിയിടുക. ഇത് മെയിനായിട്ട് ചെയ്യണം. കാരണം ഇതിന് കീടനാശിനി സ്പ്രേ ചെയ്തുകൊണ്ട് വലിയ കാര്യമില്ല. കാരണം ഈ ഇല ചുരുണ്ട് കിടക്കുമ്പോൾ നമ്മളിപ്പോൾ മുൻകരുതലായിട്ട് വേപ്പണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഇലൻ്റെ ഉള്ളോട് കഴിഞ്ഞിട്ട് ഇത് വരില്ല. അപ്പോൾ ഈ ലാർവ ഒട്ടിപ്പോയി ആയി വരുമ്പോഴത്തേക്കും ഓർക്ക് സുഖമായിട്ട് തന്നെ ആ ഇല തിന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ജൈവ രൂപത്തിലുള്ള ബുവേറിയ അല്ലെങ്കിൽ വെർട്ടിസീലിയോ ഇതൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഇതേ തന്നെ അവസ്ഥ. കാരണം ഈ ഇല ചുരുണ്ടതിൻ്റെ ഉള്ളിലായിരിക്കും പുഴു ഉണ്ടാവുക. നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളോട്ട് ഈ സാധനം വരില്ല. പിന്നെ ഇതിൻ്റെ എഫക്റ്റ് ഒക്കെ മാറിയിട്ടായിരിക്കും ഈ പുഴു വീണ്ടും ഇലകളിലേക്ക് വരാതെ തിന്നു പോകുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വേപ്പണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക, വരാതിരിക്കുക. ഇനി വന്നു കഴിഞ്ഞാൽ ബുവേറിയ അല്ലെങ്കിൽ വെർട്ടിസീലിയോ ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പക്ഷേ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ ചുരുണ്ട് കിടക്കുന്ന ഇലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നിർത്തി അതിലെ ലാർവകളെ നമ്മൾ നശിപ്പിച്ച് കൊടുക്കുക. ഇതേ ഇനി പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യമുള്ള കീടശല്യങ്ങളും അത് നിയന്ത്രിക്കാനുള്ള രീതികളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇവനാണെങ്കിൽ ഈ ബുവേറിയും വെർട്ടിസീലിയം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഞാൻ ജൈവ രൂപത്തിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ രാസരൂപത്തിലാണ് കീടനാശിനി നിങ്ങൾ സ്പ്രേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല, ഒരുപാടുണ്ട്. പക്ഷേ നിങ്ങൾ രാസകീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മളെ വീട്ടിൽ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യണ്ട എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾ കടകളിൽ നിന്ന് ഫ്രൂട്ട് വാങ്ങിക്കോളി, കടകളിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കോളി. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന അത്ര പോലും ദോഷം ഈ പുറമെന്ന് വാങ്ങണതിന് ഉണ്ടാവൂല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇപ്പോൾ രാസവളം പോയിസൺ ആണോയെന്ന് പലരും ചോദിക്കാറുണ്ട്. രാസവളം പോയിസൺ ഒന്നല്ല, പക്ഷെ കീടനാശിനി പോയിസൺ ആണോ എന്ന് വെച്ചാൽ രാസകീടനാശിനി പോയിസൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാസകീടനാശിനി കഴിയുന്നത് ഉപയോഗിക്കാതെ കഴിഞ്ഞപ്പോൾ ഉപയോഗിക്കുക. ചിലർ പറയും അല്ലേ ഞാനത് ഉപയോഗിക്കാൻ ഇതൊക്കെ പേര് പറഞ്ഞുതരുമെന്ന്. പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ഉപയോഗിക്കേണ്ടെന്നേ ഞാൻ എല്ലാവരോടും പറയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്